अत श्री महाभारत कथा। अत श्री महाभारत कथा। महाभारत कथा। महाभारत कथा। कथा है पुरुषार्थ की, स्वार्थ के परमार्थ की, सार्थ की जिसकी बने श्री कृष्ण भारत पार्थ की। शब्द दिग्घोषित हुआ जब सत्य साधक सर्वथा। शब्द दिग्घोषित हुआ यदा यदा हि धर्मस्य ग्लानिर्भवति भारत, अभ्युत्थानम् अधर्मस्य तदात्मानं सृजाम्यहम् परित्राणाय साधूनां विनाशाय च दुष्कृतां धर्म संस्थापनार्थाय संभवामि युगे युगे। ഓം ഗും ഗുരുഭ്യോ നമഃ. ഓം ഗം ഗണപതേ നമഃ. ഓം സം സരസ്വത്യേ നമഃ. ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുദേവ മഹേശ്വര ഗുരു സാക്ഷാൽ പരബ്രഹ്മം തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. വക്രതുണ്ട മഹാകായ കോടിസൂര്യസമപ്രഭ നിർവിഘ്നം കുരുമേ ദേവ ശുഭകാര്യേഷു സർവദാ. യാ കുന്ദേന്ദുതുഷാരഹാരതപടായ ശുഭ്രവസ്ത്രാവൃതായ വീണാവൃതണ്ഡമണ്ഡിതകരായ ശ്വേതപത്മാസനായ ബ്രഹ്മാച്യുതശങ്കരപ്രഭൃതിവൃദേവൈ സദാ പൂജിത സമാം പാദസരസ്വതി ഭഗവതി നിശേഷജാഡ്യാവഹാം. ആദൗ പാണ്ഡവദാർത്തരാഷ്ട്രജനനം രക്ഷാഗൃഹേദാഹനം ദ്യൂതം ശ്രീഹരണം മനോവിഹരണം മത്സ്യാലയേ വർത്തനം ലീലാഗോഗ്രഹണം രണേവിഭരണം സന്ധിക്രിയാദൃംബണം പശ്ചാത് ഭീഷ്മസുയോധനാദിനനം യതന്മഹാഭാരതം. നാരായണ 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 നാരായണ. എല്ലാവർക്കും നമസ്കാരം. ഇന്നിവിടെ പ്രതിപാദിക്കേണ്ടത് മഹാഭാരതത്തിലെ പാണ്ഡുപുത്രോൽപത്തി എന്നുള്ള ഭാഗമാണ്. അതായത് പാണ്ഡുരാജാവിന് പുത്രന്മാരുണ്ടാകുന്ന കഥ, അതാണിവിടെ വിവരിക്കേണ്ടത്. നമുക്കറിയാം, ധൃതരാഷ്ട്രവും പാണ്ഡുവും സഹോദരന്മാരായിരുന്നു. പാണ്ഡു ഇളയ അനിയനായിരുന്നു. ധൃതരാഷ്ട്ര ജ്യേഷ്ഠൻ, കണ്ണു കാണില്ല, അതുകൊണ്ട് പാണ്ഡു രാജാവായിരുന്നു. പക്ഷെ അദ്ദേഹം ഇടയ്ക്കിടെ രാജാക്കന്മാരുടെ ശീലമാണ് അക്കാലത്ത് കാട്ടിൽ പോയി നായാട്ട് നടത്തുക എന്നുള്ളത്. രാമായണത്തിൽ നമ്മൾക്ക് വായിക്കാൻ പറ്റും, ദശരഥ മഹാരാജാവ് ഇങ്ങനെ നായാട്ടിന് പോയിട്ട് ഒരു മുനികുമാരനെ വധിക്കാനിടയായത് കൊണ്ടാണ് അദ്ദേഹത്തിന് ശാപം കിട്ടിയത്. അതുപോലെ തന്നെ ഇവിടെ പാണ്ഡുവിനും കാട്ടിൽ പോയി ഒരു രണ്ട് മാനുകൾ തമ്മിൽ ഇണചേരുമ്പോൾ മാനിനെ അസ്ത്രം എയ്ത് കൊന്നു. അപ്പോൾ മാൻ ശപിച്ച ഒരു കഥയാണ്. പാണ്ഡുവിനെ ശപിച്ചു, നിനക്കും ഇങ്ങനെ ഭാര്യമാരോടുകൂടി ഇങ്ങനെ ഇണചേരുന്നവരോ പറ്റാതിരിക്കട്ടെ, അഥവാ ചെയ്യുന്നുണ്ടെങ്കിൽ അപ്പോൾ തല പൊട്ടിത്തെറിക്കട്ടെ, മരിക്കട്ടെ എന്നുള്ള ഒരു ശാപം കൊടുത്തു. അമ്പുകൊണ്ട മാൻ അങ്ങനെ ശാപം കൊടുത്തു. അത് പക്ഷേ ഒരു മുനികുമാരനായിരുന്നു, തപശക്തിയുള്ള മുനിപുത്രനായിരുന്നു മാൻ. പക്ഷെ അതുകൊണ്ട് രണ്ട് ഭാര്യമാരുണ്ട് പാണ്ഡുവിന്, മാദ്രിയും കുന്തിയും. അവരിൽ സന്താനോൽപാദനം നടത്താൻ കഴിയില്ല ശാപം കൊണ്ട്. അപ്പോൾ പാണ്ഡു മരിച്ചു പോകും. ഇങ്ങനെ വളരെ ദുഃഖിതനായി അദ്ദേഹം രാജാവ് ഇതെല്ലാം മതിയാക്കി കാട്ടിലേക്ക് തപസ്സിന് പോകുന്നൊരു കഥയാണ് നമ്മൾ ഇവിടെ കാണുന്നത്. കാട്ടിൽ പോയി ഇങ്ങനെ അലഞ്ഞു നടക്കുകയാണ് പത്നിമാരെയും കൂട്ടി. അദ്ദേഹത്തെ കണ്ടപ്പോൾ തന്നെ കാട്ടിലുള്ള മഹർഷിമാരൊക്കെ അദ്ദേഹത്തെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു. രാക്ഷസന്മാരുണ്ട്, സുന്ദരിമാരായ ഭാര്യമാരെയും കൂട്ടി ഇങ്ങനെ പോകുന്ന അപകടമാണ് എന്നൊക്കെ പറഞ്ഞു ഇതാക്കി. പക്ഷെ അദ്ദേഹം മുനിമാരോട് പറഞ്ഞു, എനിക്ക് മക്കളില്ലാത്തത് കൊണ്ട് വളരെയധികം പ്രയാസമുണ്ട്, ഇങ്ങനെ പ്രയാസമുണ്ട്,
അതുകൊണ്ട് തീർത്തു തരണം എന്നൊക്കെ പറഞ്ഞു. പക്ഷേ അവർ ജ്ഞാനദൃഷ്ടി അറിഞ്ഞു ഇവർക്ക് മക്കളുണ്ടാവും, ശക്തന്മാരായ നല്ല മക്കളുണ്ടാവും എന്നൊക്കെ പറഞ്ഞു. അത് പാണ്ഡുവിനെ അറിയിക്കുകയാണ് ചെയ്തത്. പക്ഷെ എന്നാലും പിന്നെ വഴിയില്ല, എന്നിട്ടും ഇങ്ങനെ ചിന്താവിഷ്ടനായിട്ട് എല്ലാവരും നിൽക്കുമെന്ന് വളരെ സങ്കടത്തോടു കൂടി പിന്നെയും കാട്ടിൽ തന്നെ കഴിയുകയാണ്. തപസ്സും ഇതൊക്കെ ആയിട്ട് ഒരു ദിവസം പാണ്ഡു തന്നെ പറഞ്ഞു, കുന്തിയോട്, ഭാര്യയായ കുന്തിയോട് പറഞ്ഞു, നീ എങ്ങനെയെങ്കിലും ഗർഭവതിയാകണം, നമുക്ക് പല വഴിക്കും അത് തെറ്റില്ല, പല വഴിക്കും നമ്മൾക്ക് ഇതാക്കാനുള്ളത് ചെയ്യുന്നതിൽ തെറ്റില്ല എന്നൊക്കെ പറഞ്ഞു കുറേ ഉപദേശിച്ചു വിട്ടു. പക്ഷെ കുന്തി തയ്യാറായില്ല. പാണ്ഡവനിൽ നിന്ന് അല്ലാതെ മറ്റൊരാളിൽ നിന്ന് അങ്ങനെ ഗർഭം സ്വീകരിക്കില്ല എന്നുള്ള ഉറച്ചു നിന്നു. പക്ഷെ പിന്നെയും നിർബന്ധത്തിന് വഴങ്ങിയപ്പോഴാണ് ഒടുവിൽ എനിക്ക് ദുർവാസാവിൽ നിന്ന് കിട്ടിയ വരം, ഇഷ്ടപ്പെട്ട ദേവന്മാരിൽ നിന്ന് ഗർഭം ധരിക്കാനുള്ള ഒരു വരം കിട്ടിയ കാര്യം അവിടെ ഭർത്താവായ പാണ്ഡുവിനോട് പറയുകയാണ് ചെയ്യുന്നത്. അപ്രകാരം കുന്തിദേവി തൻ്റെ ഭർത്താവായ പാണ്ഡുവിൻ്റെ സഹായത്തോടു കൂടി തന്നെ ഓരോ ദേവന്മാരെ സ്മരിച്ചുകൊണ്ട് അവരെ പ്രത്യക്ഷപ്പെടുത്തി അവരിൽ നിന്ന് പുത്രന്മാരെ ഉണ്ടാക്കുന്ന ഭാഗമാണ് ഇവിടെയുള്ളത്. നമ്മൾക്കറിയാം, കുന്തി ഇവിടെ മകനാണ് കർണൻ. ഈ ദുർവാസാവിൽ നിന്ന് വരം കിട്ടിയപ്പോൾ ഒന്ന് പരീക്ഷിക്കാൻ വേണ്ടി ചെയ്തു പോയതാണ്. അതുകൊണ്ടത് പ്രയാസങ്ങളുണ്ടായി. കന്യകയായിരിക്കുമ്പോൾ തന്നെ പ്രസവിച്ചു. കർണത്തിൽ കൂടിയായതുകൊണ്ട് കർണൻ എന്നുള്ള പേരിട്ടു എന്നാണ് പറയുന്നത്. ബാക്കിയുള്ള വരങ്ങൾ പുത്രന്മാരെ ജനിപ്പിക്കാൻ വേണ്ടി തൻ്റെ ഭർത്താവായ പാണ്ഡുവിൻ്റെ സമ്മതത്തോടുകൂടി അവരെ സ്മരിച്ച്, ഇഷ്ടപ്പെട്ട ദേവന്മാരെ സ്മരിച്ച് പ്രത്യക്ഷപ്പെടുത്തി അവരിൽ നിന്ന് എനിക്ക് പുത്രന്മാരുണ്ടാകണമെന്ന് പറഞ്ഞ അനുഗ്രഹം നേടി. അങ്ങനെ ഓരോ ദേവന്മാരിൽ നിന്നും ആദ്യം തന്നെ യമധർമ്മരാജാവിൽ നിന്നാണ് അതിൽ ധർമ്മപുത്രനുണ്ടായി. പിന്നീട് ശക്തിയുടേതായിട്ടുള്ള വായുദേവനിൽ നിന്ന് ഭീമനുണ്ടായി, ദേവേന്ദ്രനിൽ നിന്ന് അർജുനനുണ്ടായി. പക്ഷെ 3 മക്കളുണ്ടായിട്ടും മതിയായില്ല പാണ്ഡുവിന്. അപ്പോൾ പിന്നെയും മന്ത്രമാക്കിയുണ്ടല്ലോ, ഈ മന്ത്രം മാദ്രിക്ക് ഉപദേശിച്ചു കൊടുക്കുകയാണ്. അവർ അശ്വിനി ദേവന്മാരെ സ്മരിച്ചുകൊണ്ടാണ് നകുലനും സഹദേവനും ഉണ്ടായത്. ഇങ്ങനെ മക്കളുണ്ടായ കഥയൊക്കെയാണ് നമുക്കിവിടെ തുടർന്നുള്ള ഭാഗങ്ങളിൽ നമുക്ക് വായിക്കാൻ കഴിയുന്നത്. പക്ഷേ ഇതിനിടയിൽ ഒരു ദിവസം കുന്തിയും മക്കളും ഇല്ലാത്ത സമയത്താണ് പെട്ടെന്ന് രാജാവിന് മാദ്രിയുമായിട്ട് ബന്ധപ്പെടാൻ എന്തോ ഒരു പെട്ടെന്നൊരു തോന്നി. സാമീപ്യം കൊണ്ട് തന്നെ വികാരാധീനാവും. മാദ്രിയുമായിട്ട് പല ബന്ധങ്ങളിൽ ഏർപ്പെടാൻ പോകുമ്പോഴാണ് മുനികുമാര ശാപം കൊണ്ട് പെട്ടെന്ന് മരണപ്പെട്ടു പോകുന്നു. അപ്പോൾ തന്നെ അന്ന് സതിയാചരിക്കലുണ്ടല്ലോ, പത്നിയായ കുന്തിയെ സമാധാനിപ്പിച്ചു, നിങ്ങൾ മക്കളെ നോക്കണം, ഞാൻ തന്നെ ഭർത്താവിൻ്റെ കൂടെ ചിതയിൽ ചാടി മരിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് മരിക്കുന്നൊരു കഥയും നമ്മൾക്കിവിടെ മഹാഭാരതത്തിൽ കാണാൻ പറ്റുന്നതാണ്. ഇത്രയാണ് ചുരുക്കി പറഞ്ഞിട്ടുള്ളത് പാണ്ഡുപുത്രോൽപത്തി എന്നുള്ള ഭാഗം. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. ഇത് കേൾക്കുന്നവർക്കും എല്ലാവർക്കും അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.